A random sample x1, x2, etc. xn is taken from a normal population with mean 0 and variance sigma square. Examine if summation I is equal to 1 to n, xi square by n is a minimum variance bound estimator for sigma square. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം നമ്മുടെ പോപ്പുലേഷൻ നോർമൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നോർമൽ പോപ്പുലേഷൻ അതിൻ്റെ മീന് 0-ഉം വേരിയൻസ് സിഗ്മ സ്ക്വയർ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ആയിട്ടുള്ള ഒരു നോർമൽ പോപ്പുലേഷൻ ആണ് നമുക്കുള്ളത്. അപ്പോൾ നോർമൽ പോപ്പുലേഷൻ്റെ PDF നമുക്ക് എഴുതാം. Fx ഇവിടെ മ്യൂ 0 ആണ് ആൻഡ് സിഗ്മ മാത്രമേ ഇവിടുത്തെ പാരാമീറ്റർ ആയിട്ട് എടുക്കും. ഇസ് ഈക്വൽ ടു 1 / സിഗ്മ റൂട്ട് ഓഫ് 2π e റേസ് ടു മൈനസ് എക്സ് മൈനസ് മ്യൂ ആണ് വേണ്ടത്. ഇവിടെ മ്യൂ 0 ആണ്. അപ്പോൾ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 സിഗ്മ സ്ക്വയർ. ഇതാണ് നമ്മളെ PDF മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി അല്ലേ. അപ്പോൾ നമ്മൾ ഈ PDF എഴുതി കഴിഞ്ഞാൽ നമ്മളിവിടെ ചെറിയൊരു മാറ്റം കൂടി വരുത്താൻ പോവുകയാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മിനിമം വേരിയൻസ് ബൗണ്ട് എസ്റ്റിമേറ്റർ ഏത് പാരാമീറ്ററിന് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്? സിഗ്മ സ്ക്വയറിന് കാണാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ സിഗ്മ സ്ക്വയറിന് കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മിനിമം വേരിയൻസ് ബൗണ്ട് എസ്റ്റിമേറ്റർ കാണണമെങ്കിൽ നമ്മൾ ഫോർ തീറ്റയ്ക്ക് കാണണമെങ്കിൽ അല്ലെങ്കിൽ തീറ്റയുടെ ഒരു ഫംഗ്ഷന് കാണണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഡോ ലോഗൽ ബൈ ഡോ തീറ്റ കണ്ടുപിടിക്കും. അതിന് ഏത് രൂപത്തിൽ എഴുതും? നമ്മൾ ടി മൈനസ് ഗാമ തീറ്റ ഇൻറ്റു എ തീറ്റ എന്ന് പറഞ്ഞ രൂപത്തിൽ എഴുതും. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ടി വിൽ ബി ദ മിനിമം വേരിയൻസ് ബൗണ്ട് എസ്റ്റിമേറ്റർ അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ സിഗ്മ സ്ക്വയർ ആണ് ഇവിടുത്തെ പാരാമീറ്റർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡോ ലോഗൽ ബൈ ഡോ സിഗ്മ സ്ക്വയർ എന്നൊക്കെ എഴുതുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് എന്നൊക്കെ ഡൗട്ട് വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് സിഗ്മ സ്ക്വയറിന് ഞാൻ തീറ്റ തന്നെ എഴുതാൻ പോവാണ്. സിഗ്മ സ്ക്വയറിന്റെ സ്ഥാനത്ത് ഞാൻ എന്താ എഴുതാൻ പോകുന്നത്? തീറ്റ തന്നെ എഴുതാൻ പോവാണ്. അപ്പോൾ സിഗ്മ വന്ന സ്ഥാനത്ത് ഞാൻ ആരെ എഴുതും? റൂട്ട് തീറ്റ. ഇവിടെ റൂട്ട് തീറ്റ ഇൻറ്റു റൂട്ട് ഓഫ് 2π അല്ലെങ്കിൽ ഞാൻ എഫ് ഓഫ് എക്സ് തീറ്റ എന്ന് എഴുതാൻ പോകുന്നത്. കാരണം ഈ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നിനുമല്ല. അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം ദാറ്റ് ഇസ് സിഗ്മ സ്ക്വയർ. അപ്പോൾ 1 / റൂട്ട് ഓഫ് 2π തീറ്റ. അതായത് സിഗ്മയുടെ സ്ഥാനത്ത് റൂട്ട് തീറ്റ വന്ന് ഞാൻ അതിന് ഈ തീറ്റേനെ ഈ റൂട്ടിനുള്ളിൽ കയറ്റി തന്നെയുള്ളൂ. ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ എന്ന സ്ഥാനത്ത് എന്ത് ചെയ്തു? 2 തീറ്റ. ഇങ്ങനെ ഞാൻ ജസ്റ്റ് സൗകര്യത്തിന് വേണ്ടിയിട്ട് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സിഗ്മ സ്ക്വയറിന് ഞാൻ തീറ്റ എന്നാണ് കൺസിഡർ ചെയ്യുന്നത് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പോപ്പുലേഷൻ്റെ PDF കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ആ പോപ്പുലേഷനുള്ളിൽ ഇപ്പോൾ ഒരു പാരാമീറ്റർ അൺനോൺ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ് ഒരു സാമ്പിൾ, റാൻഡം സാമ്പിൾ നമ്മൾ എവിടെ നിന്ന് എടുത്തു? ഈ നോർമൽ പോപ്പുലേഷനിൽ നിന്ന് എടുത്തു. N0 സിഗ്മ എന്ന് പറയുന്ന നോർമൽ പോപ്പുലേഷനിൽ നമ്മളൊരു റാൻഡം സാമ്പിൾ എടുത്തു. റാൻഡം സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അതിലത്തെ ഓരോ ഒബ്സർവേഷനും ഇതേ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇതാണ് നമ്മളിപ്പോൾ PDF എഴുതി വെച്ചിരിക്കുന്നത്. 1 / റൂട്ട് ഓഫ് 2π തീറ്റ ഇ റേസ് ടു മൈനസ് x1 സ്ക്വയർ ബൈ 2 തീറ്റ. അതുമാതിരി എഫ് ഓഫ് x2 തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 / റൂട്ട് ഓഫ് 2π ഇ റേസ് ടു മൈനസ് x2 സ്ക്വയർ ബൈ 2 തീറ്റ. അങ്ങനെ പോയിട്ട് എഫ് ഓഫ് xn തീറ്റ ഇസ് 1 / റൂട്ട് ഓഫ് 2π ഇ റേസ് ടു മൈനസ് xn സ്ക്വയർ ബൈ 2 തീറ്റ. ഇവരെ PDFകളെല്ലാം നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇനി നമുക്ക് എഴുതേണ്ടത് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ആണ്. L എഴുതാം. ദാറ്റ് ഈസ് L ഓഫ് x1 x2 എക്സെട്ര xn തീറ്റ എന്ന് എഴുതും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ PDFകളുടെ എല്ലാം പ്രോഡക്റ്റ് ആണ്. എഫ് ഓഫ് x1 തീറ്റ ഇൻറ്റു എഫ് ഓഫ് x2 തീറ്റ എക്സെട്ര എഫ് ഓഫ് xn തീറ്റ നമ്മൾ ഓർ likelihood function L is equal to f of x1 theta എന്ന് പറഞ്ഞാൽ 1 / റൂട്ട് ഓഫ് 2π തീറ്റ ഇ റേസ് ടു മൈനസ് x1 സ്ക്വയർ ബൈ 2 തീറ്റ ഇൻറ്റു 1 / റൂട്ട് ഓഫ് 2π തീറ്റ ഇ റേസ് ടു മൈനസ് x2 സ്ക്വയർ ബൈ 2 തീറ്റ. അങ്ങനെ പോയിട്ട് ലാസ്റ്റ് ടേം 1 / റൂട്ട് ഓഫ് 2π തീറ്റ ഇ റേസ് ടു മൈനസ് xn സ്ക്വയർ ബൈ 2 തീറ്റ. ഇങ്ങനെയാണ് നമ്മൾ ലൈക്ലിഹുഡ് ഫംഗ്ഷനെ എഴുതിയിരിക്കുന്നത്.
ഇറ്റ് ഈസ് ഈക്വൽ ടു നമ്മളിവിടെ ടേമുകളെയൊക്കെ ഗ്രൂപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കോൺസ്റ്റന്റ് ടേമുകളും, കോൺസ്റ്റന്റ് അല്ല ഇവിടെ തീറ്റ അതിലാണ് നിൽക്കുന്നത്, ഈ ടേമുകളെല്ലാം നമ്മൾ 1/√2π തീറ്റ ഹോൾ റേസ് ടു n ടേമുകൾ ഇവിടെ ഉണ്ട്. ആൻഡ് ഈയുടെ ടേമുകളിലെല്ലാം എല്ലാ പവറുകളെയും നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. e റേസ് ടു മൈനസ് x1² 2 തീറ്റ പ്ലസ് മൈനസ് x2² 2 തീറ്റ എക്സെട്ര പ്ലസ് മൈനസ് xn² ഡിവൈഡ് ബൈ 2 തീറ്റ ഇങ്ങനെ എഴുതി. ദിസ് ഇസ് ഈക്വൽ ടു, ഇനി ഇവിടെ ഒരു കാര്യം കൂടി ചെയ്യാൻ പോവാണ്. 1/√2π തീറ്റനെ നമ്മൾ 2π തീറ്റ റൂട്ടിന് നമ്മൾ ഹോൾ റേസ് ടു 1/2 എന്നല്ല പറയാം അല്ലേ. അപ്പോൾ ദിസ് ഇസ് ഹോൾ റേസ് ടു 1/2 ആണ്. അതിൻ്റെ പവറിൽ n ആണുള്ളത്. അപ്പോൾ ഞാൻ ഇതിന് എന്താ എഴുതുന്നത് വെച്ചാൽ ഹോൾ റേസ് ടു n/2 ഇൻറ്റു e റേസ് ടു, ഇവരെല്ലാം നമ്മൾ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ -1/2 തീറ്റ പുറത്തേക്ക് വെച്ചിട്ട് x1² പ്ലസ് x2² പ്ലസ് xn². ദറ്റ് ഈസ് സമ്മേഷൻ i is equal to 1 to n xi². ഇങ്ങനെ. അപ്പോൾ ഇവിടുത്തെ ഈ മാറ്റം ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ കാരണം ഇപ്പം നമ്മൾ എടുക്കുന്ന പാരാമീറ്റർ ആയിട്ടുള്ള തീറ്റ ഇതിൻ്റെ ഉള്ളിലും വന്നിട്ടുണ്ട്. നേരത്തെ മ്യൂ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്ന, മ്യൂ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ. അപ്പോൾ ഇവിടെ തീറ്റ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടേമിനെയും കൂടി നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. തീറ്റ അവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു മാറ്റം കൂടി വരുത്താൻ പോവാണ്. ഇത് 1/2π തീറ്റ ഹോൾ റേസ് ടു n/2 അല്ലേ. അതിന് ഞാൻ 2π തീറ്റ ഹോൾ റേസ് ടു മൈനസ് n/2 എന്നും കൂടെ എഴുതി വയ്ക്കാം. ഇതിനെ മാറ്റം വരുത്തി, കാരണം തീറ്റൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. മറ്റേ ടേം e റേസ് ടു മൈനസ് 1/2 തീറ്റ സമ്മേഷൻ i is equal to 1 to n xi² ഇങ്ങനെ എഴുതി. ഇത് നമ്മൾ ലോഗരിതം എടുക്കുകയാണ്. ലോഗ് L is equal to, ഇവിടെ ലോഗ് എടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ഈ ടേമിൻ്റെ ലോഗരിതം ഈ ടേമിൻ്റെ ലോഗരിതം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ലോഗരിതം ഓഫ് 2π തീറ്റ ഹോൾ റേസ് ടു മൈനസ് n/2 പ്ലസ് ലോഗരിതം ഓഫ് e റേസ് ടു മൈനസ് 1/2 തീറ്റ സമ്മേഷൻ xi² അങ്ങനെ എടുക്കുന്നു. ദിസ് ഇസ് ഈക്വൽ ടു, ലോഗരിതത്തിൻ്റെ പ്രോപ്പർട്ടി പ്രകാരം പവറിന് താഴേക്ക് ഇറക്കിക്കൊണ്ടുവരുന്നു. ദിസ് ഇസ് മൈനസ് n/2 ഇൻറ്റു ലോഗരിതം ഓഫ് 2π തീറ്റ പ്ലസ് ഇവിടെയും പവറിന് ഇറക്കിക്കൊണ്ടുവരുന്നു. ദറ്റ് ഈസ് മൈനസ് 1/2 തീറ്റ ഇൻറ്റു സമ്മേഷൻ xi². പിന്നെ എന്താ ഉള്ളത്? ലോഗ് ഇ ടു ദ ബേസ് ഇ. അപ്പോൾ ഈ ടേം 1 ആയിട്ട് മാറും അല്ലേ. ഇവിടെ ഒരു 2π ഉണ്ട്, തീറ്റയുണ്ട് അല്ലേ. നമുക്ക് തീറ്റയാണ് നമ്മളെ പാരാമീറ്റർ. അപ്പോൾ 2π ഇവരെ ഞാൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാണ്. ദിസ് ഇസ് ലോഗ് എ ഇൻറ്റു ബി എന്നുള്ള ഫോമിൽ ഇവരെ ഞാൻ രണ്ടെണ്ണമായിട്ട് മാറ്റുകയാണ്. അപ്പോൾ ലോഗ് എ പ്ലസ് ലോഗ് ബി, ഒരു മൈനസ് n/2 കൂടി പുറത്തുണ്ട്. അപ്പോൾ മൈനസ് n/2 ലോഗ് 2π പ്ലസ് മൈനസ് n/2 ലോഗ് തീറ്റ. ഇനി ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നു. എന്നാലും എനിക്ക് തീറ്റേനെ മാത്രമാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. ഇതൊരു കോൺസ്റ്റന്റ് ടേം ആണ് അല്ലേ. ഇവിടെ വരുമ്പോൾ പ്ലസ് മൈനസ് 1/2 തീറ്റ സമ്മേഷൻ xi². ഇതാണ് നമ്മുടെ ലോഗൽ. ലോഗൽ ഞാൻ ഒന്നും കൂടി ഇവിടെ എടുത്തിട്ട് എഴുതാം. ലോഗൽ ഇസ് ഈക്വൽ ടു മൈനസ് n/2 ലോഗ് 2π പ്ലസ് മൈനസ് n/2 ലോഗ് തീറ്റ പ്ലസ് മൈനസ് 1/2 തീറ്റ സമ്മേഷൻ xi². ഇങ്ങനെയാണ് ലോഗലിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് വേണ്ടത് ഡിഫറൻഷ്യേറ്റിംഗ് ലോഗൽ വിത്ത് റെസ്പെക്ട് ടു ദ പാരാമീറ്റർ തീറ്റ. ഓർമ്മിക്കണം, തീറ്റ സിഗ്മ² ആയിരുന്നു. വിത്ത് റെസ്പെക്ട് ടു തീറ്റയാണ് ഞാൻ ലോഗലിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ഡോ ലോഗൽ ബൈ ഡോ തീറ്റ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അല്ലേ. ദറ്റ് ഈസ് ഈക്വൽ ടു, ദിസ് ഇസ് എ കോൺസ്റ്റന്റ് ടേം. അപ്പോൾ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടി. പ്ലസ് മൈനസ് n/2 ഇൻറ്റു ലോഗ് തീറ്റേനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു തീറ്റ. ലോഗ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1/x ആണ് കിട്ടുക വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലേ. അപ്പോൾ ലോഗ് തീറ്റ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? 1/തീറ്റ അല്ലേ. പിന്നെ ഇവിടെ മൈനസ് സമ്മേഷൻ xi² എന്ന് പറഞ്ഞാൽ ഇവിടെ തീറ്റ ഇല്ലാത്ത ടേമാണ്, അയാളെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചു. അപ്പോൾ ഇവിടെ തീറ്റയാണ്, ഒരു /2 നമുക്കൊന്ന് ചോദിക്കാം. അപ്പോൾ അവിടെ ബാക്കി ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത് ആരാ? 1/തീറ്റയാണ്. 1/തീറ്റേനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? മൈനസ് 1/θ² അല്ലേ. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ്
n by 2 തീറ്റ, ഇവിടെ മൈനസും മൈനസും പ്ലസ് ആവും, പ്ലസ് സമ്മേഷൻ xi സ്ക്വയർ ബൈ 2 തീറ്റ സ്ക്വയർ. അപ്പോൾ നമ്മൾ ഡോ ലോഗൽ ബൈ ഡോ തീറ്റ നമുക്ക് ഈ ഫോമിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്തായിരുന്നു? നമ്മൾ ഡോ ലോഗൽ ബൈ ഡോ തീറ്റേനെ നമ്മളിങ്ങനെ എഴുതണം അല്ലേ, ടി മൈനസ് ഗാമ ഓഫ് തീറ്റ ഇൻറ്റു എ തീറ്റ എന്ന് പറഞ്ഞ ഫോമിൽ എഴുതണം. ഇവിടെ ഇപ്പം ഗാമ തീറ്റ എന്നുള്ള സ്ഥാനത്ത് തീറ്റയാണ്. അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് മാറ്റി എഴുതണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ തീറ്റയൊക്കെ ഡിനോമിനേറ്ററിലാണല്ലേ കിടക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഒരു 2 തീറ്റയുണ്ട്, ഇവിടെ 2 തീറ്റ സ്ക്വയർ ഉണ്ട്. അപ്പം ഞാൻ 1/2 തീറ്റ സ്ക്വയറിനെ ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. ഞാൻ പുറത്തേക്ക് എടുക്കുമ്പോൾ ഈ ടേം ഞാൻ ആദ്യം എഴുതുന്നു. ഈ ടേം എന്താ വരിക? സമ്മേഷൻ xi സ്ക്വയർ. അത് ഓക്കെയാണ്. ഈ ടേമിൽ ഒരു മൈനസ് n വന്നിട്ടുണ്ട് അല്ലേ, 2 പോയിട്ടുണ്ട്, ഒരു തീറ്റയും പോയിട്ടുണ്ട് അല്ലേ. പക്ഷെ ഇവിടെ തീറ്റ സ്ക്വയർ ആണ് ഞാൻ പുറത്തേക്ക് എടുത്തത്. അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു തീറ്റ കൊടുക്കുന്നു. അപ്പോഴാണ് ഇവിടെ ബ്രാക്കറ്റ് മാറ്റി നോക്കിയാൽ മതി, n തീറ്റ ബൈ 2 തീറ്റ സ്ക്വയർ എന്ന് വരുമ്പോൾ മൈനസ് n ബൈ 2 തീറ്റ എന്ന് വരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരുത്തി അല്ലേ. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് വെറും തീറ്റ മാത്രം ഇവിടെ മതി, ഇവിടെ n തീറ്റ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു n-നെ കൂടി ഞാൻ പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ എന്താ വരിക? ദിസ് ഈസ് ഈക്വൽ ടു n ബൈ 2 തീറ്റ സ്ക്വയർ അല്ലേ. അപ്പോൾ n-നെ പുറത്തേക്ക് എടുത്തപ്പോൾ ഞാൻ ഇവിടെ നേരത്തെ വന്ന മാതിരി സമ്മേഷൻ xi സ്ക്വയർ ബൈ n എഴുതേണ്ടി വന്നു, മൈനസ് തീറ്റ. അപ്പോൾ ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളാണ് നമ്മളിവിടെ വരുത്തിയിരിക്കുന്നത് ആക്ച്വലി അല്ലേ. ഓർ ഇതിനെ നമുക്ക് ഒന്ന് ശരിക്കും ഓർഡർ ആയിട്ട് എഴുതാം, സമ്മേഷൻ xi സ്ക്വയർ ബൈ n മൈനസ് തീറ്റ ഇൻറ്റു n ബൈ 2 തീറ്റ സ്ക്വയർ എന്ന രൂപത്തിൽ ഞാൻ ഡോ ലോഗൽ ബൈ ഡോ തീറ്റനെ എഴുതിയിട്ടുണ്ട് അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു, ഇതിപ്പോൾ ഏത് ഫോമിലാണ്? ദിസ് ഇസ് ടി മൈനസ് ഗാമ തീറ്റ ഇൻറ്റു എ തീറ്റ എന്ന് പറയുന്ന അതേ ഫോമിലേക്ക് നമ്മൾ ഈ ഡോ ലോഗൽ ബൈ ഡോ തീറ്റ വന്നിട്ടുണ്ട്. നമ്മൾ തീറ്റയുടെ സ്ഥാനത്ത് ഗാമ തീറ്റയുടെ സ്ഥാനത്ത് ഇവിടെ തീറ്റയാണ് അല്ലേ. അപ്പോൾ ഇവിടെ ടിയുടെ സ്ഥാനത്ത് ആരാ വന്നിരിക്കുന്നത്? സമ്മേഷൻ xi സ്ക്വയർ ബൈ എൻ അല്ലേ. എ തീറ്റയുടെ സ്ഥാനത്ത് n ബൈ തീറ്റ സ്ക്വയർ. ദെർഫോർ ടി ഈസ് ഈക്വൽ ടു സമ്മേഷൻ xi സ്ക്വയർ ബൈ എൻ is the minimum variance bound estimator for theta. What is theta? Theta is equal to sigma square. അപ്പോൾ ഇവിടെ തീറ്റനെ സിഗ്മ സ്ക്വയറിനെ തീറ്റ എന്ന് എഴുതിയത് കൊണ്ട് വലിയ കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റി. ഇത് സിഗ്മ സ്ക്വയർ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരും, അതുകൊണ്ടാണ് ഇങ്ങനെ ഉപയോഗിച്ചത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്തു സമ്മേഷൻ xi സ്ക്വയർ ബൈ n is the minimum variance bound estimator for sigma square.